ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ തുടക്കമാണ്. അതേപോലെ ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ 25,521 എന്ന ഒരു മന്ത്ലി ടാർഗറ്റിലേക്കുള്ള യാത്രയിലാണ് നിഫ്റ്റി. ഇപ്പോൾ പലപ്പോഴും താഴോട്ട് ഇറങ്ങാൻ നോക്കിയെങ്കിലും താഴോട്ട് സ്ലിപ്പാകാതെ തിരിച്ച് പച്ചപിടിച്ച് കയറി വരുന്നുണ്ട്. സോ 24,950 ഇന്ന് ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കടുകട്ടി റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 24,950. അപ്പോൾ അത് ക്രോസ് ചെയ്ത് 25,000 മുകളിൽ ഒരു പ്രോപ്പർ ക്ലോസിംഗ് ഇന്ന് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് 25,521 ഈ മാസം എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതിനായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം. ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അശോക ബിൽഡ്കോൺ, കരൂർ വൈശ്യ ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ്, BEL, ട്രെൻറ്റ്, റെലിഗെയർ എൻ്റർപ്രൈസസ്, ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിലുണ്ടായിരുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ടെലിഗ്രാമിൻ്റെ ഫൗണ്ടർ പവേൽ ദുരോവ്. അദ്ദേഹം ശരിക്കും റഷ്യക്കാരനാണ്, പക്ഷേ ഫ്രാൻസിൻ്റെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതുപോലെ UAE-യിലും അദ്ദേഹത്തിന് പൗരത്വം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം UAE-യിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ അദ്ദേഹം ഫ്രാൻസിലേക്ക് സ്വന്തം വിമാനത്തിൽ പോയി അവിടെ ഇറങ്ങിയപ്പോൾ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തരം പൊളിറ്റിക്കൽ ഡ്രാമയാണ് എന്നാണ് വായിക്കാൻ പറ്റിയത്. കാരണം അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന പല കേസുകൾ 20 വർഷം വരെ അകത്ത് കിടത്താനുള്ള വകുപ്പ് വെച്ചാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഒരുപാട് പ്രമുഖർ, അദ്ദേഹം കോടീശ്വരന്മാരുടെ പട്ടികയിൽ 120-ാം സ്ഥാനത്തിലുള്ള ആളാണ്. അതുപോലെ എന്താ പറയുക, അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതിയിലോ അല്ലെങ്കിൽ വേറെ അദ്ദേഹം ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ട്. പല സ്കാമുകളും പലതും പുറത്തു കൊണ്ടുവന്ന ഒരു മനുഷ്യനും കൂടിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കളികൾ. സോ ഹോപ്പ്ഫുള്ളി അദ്ദേഹം സേഫായിട്ട് പുറത്തിറങ്ങി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് 9 IPOs വരാനുണ്ട്. അതേപോലെ 8 IPOസിൻ്റെ ലിസ്റ്റിങ്ങും ഈ ആഴ്ചയുണ്ട്. സോ മാർക്കറ്റ് ഒരു സംഭവബഹുലമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ സൂപ്പർ ഗ്രീൻ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും സൂപ്പർ ഗ്രീൻ ആണ്. മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. കൃത്യമായിട്ടും അപ്പാണോ ഡൗൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,842 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,947. അതായത് 105 പോയിന്റോളം അല്ലെങ്കിൽ 104 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. നല്ല രീതിയിലൊരു മുന്നേറ്റമാണ്. കാരണം 25,000 എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,915 ഓപ്പണായ സ്ഥലത്ത് നിന്നും 32 പോയിന്റ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്നത്തെ ഡേ ഹൈയും അതേപോലെ ഓപ്പണിങ്ങും സെയിം ആണ്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് താഴോട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറച്ച് നേരം കൊണ്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, USA ഡെലാസ് ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, ജർമ്മനി IFO ബിസിനസ് ക്ലൈമറ്റ്, ഇത്രയും ഡാറ്റയാണ് പുറത്തു വരാനുള്ളത്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണ്. സെയ്ഗാൾ ഇന്ത്യ എന്ന ഒരു കമ്പനി മാത്രമാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്ന ആർട്ട് ആൻഡ് സൺ TV, ABFRL, RBL ബാങ്ക്, വൽറാം ചിനി മിൽസ്, IEX, ബി സോഫ്റ്റ്, നാഷണൽ അലുമിനിയം, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഇന്ത്യ സിമെൻറ്റ്, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, ഇങ്ങനെ 13 കമ്പനികളാണ് ഇന്നത്തെ F&O ബാനിൽ വന്നിട്ടുണ്ട്. ഒരാൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് F&O ബാൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ 95ഓളം അതിൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ, മീൻസ് അതിൽ ഇനി ഫർദർ സ്റ്റോക്കുകൾ കൈമാറ്റം ചെയ്യാൻ 5% കുറവ് മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് എടുക്കുന്ന ഒരു മുൻകരുതലാണ്. അതായത് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ F&O ഒരു ഓപ്ഷൻ വാങ്ങിച്ച ആൾ ആ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് എക്സ്പയറി വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ
അദ്ദേഹത്തിന് ആ സ്റ്റോക്കുകൾ കിട്ടണം, അത്രയും ആ ലോട്ടിലുള്ള അത്രയും സ്റ്റോക്കുകൾ അദ്ദേഹത്തിന് കിട്ടണം. പക്ഷേ 95% മുകളിലേക്ക് എല്ലാം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഈ സാധനം ഡെലിവറി കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ അവിടെ ഷോർട്ടേജ് വരും, പ്രശ്നമാവത്. അങ്ങനെ ഉള്ള ഒരു ഇതിൽ ആണ് എക്സ്ചേഞ്ച് ഒരു മുൻകരുതൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പിന്നീട് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നവർക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാതെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം സ്റ്റോക്ക് ട്രേഡിങ് സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും, കാരണം അത് നമ്പർ ഓഫ് സ്റ്റോക്സിന് ഒരു പരിധി ഉണ്ടല്ലോ. അതാണ് ഇവിടെ ലോട്ടായിട്ട് വരുമ്പം വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി വരും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1944 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2896 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ 4840 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നത്. ഈ മാസം മൊത്തം ഓഗസ്റ്റ് മാസത്തിൽ 32,757 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 47,206 കോടിയുടെ ബൈയിങ്ങും ചെയ്തു. അങ്ങനെ ടോട്ടലി 14,448 കോടിയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണത്. സാധാരണ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത് തുടങ്ങും, മാർക്കറ്റിൽ നല്ല രീതിയിൽ ഫോളോ വരും. പക്ഷേ ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്താലും കാര്യമായ ഒരു സംഭവങ്ങളൊന്നും മാർക്കറ്റിൽ കാണാറില്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,845 ഓപ്പണായി 22 പോയിൻ്റ് നഷ്ടത്തിൽ 24,823 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 187 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. അതേസമയത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ 208 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ദെൻ കഴിഞ്ഞ ദിവസം നാരോ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നിഫ്റ്റിയിൽ നാരോ CPR ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 13.55 അതേപോലെ പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണ്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.20 ആണ്. ക്ലിയർലി നമ്മുടെ മീറ്റർ നോക്കിയാൽ കാണാം, ക്ലിയർലി അതൊരു ബുള്ളിഷ് ആയിട്ടാണ് സൂചന നൽകുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,000-ലാണ്, 68 ലക്ഷം. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,500-ലാണ്, അതായത് 72 ലക്ഷമുണ്ട്. അതായത് പുട്ട് റേറ്റിംഗ് കൂടുതലുണ്ട് എന്ന് തന്നെ പറയാം. ദെൻ പുട്ട് റേറ്റിംഗ് കൂടുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 106 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 43 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 79 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 118 പോയിന്റ് നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. ഇന്ന് ഞാൻ ബാങ്ക് എക്സ് ഇതിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ബാങ്ക് എക്സും സെൻസെക്സും ഒരു പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് എങ്ങനെ പോയാലും അതൊരു മന്ത് ആകുമ്പോൾ സെൻസെക്സിൽ എനിക്ക് നഷ്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റ് പരമാവധി ഒഴിവാക്കി നിർത്താൻ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ ശരാശരി സ്റ്റോപ്പ് ലോസിൽ വർക്കൗട്ട് ആവില്ല അത്. ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ മിഡ് ക്യാപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പക്ഷേ ഞാൻ ഇവിടെ സാധാരണ മിഡ് ക്യാപ്പും ബാങ്ക് എക്സും ഒന്നിച്ചാണ് പറയാറുള്ളത്. പക്ഷേ ബാങ്ക് എക്സും സെൻസെക്സും ഒരു ശരാശരി സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോളാറ്റിലിറ്റിയാണ് കാഴ്ചവെക്കുന്നത്. അപ്പം സെൻസെക്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ മിനിമം 100 രൂപയെങ്കിലും എൻട്രി പ്രൈസ് സ്ട്രൈക്കിൽ 100 രൂപയെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് പോകും എന്നതിനാൽ ഞാൻ ആ ഒരു ഭാഗം ഒഴിവാക്കി നിർത്തുകയാണ്. പിന്നെ വളരെ ഏതാനും പേര് മാത്രമേ അത് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ 2 പേര് മാത്രമാണ് ഇവിടെ ഒരു കമൻറ്റ് ചെയ്യാറുള്ളത്. സോ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. വെറുതെ സമയം സ്പെൻഡ് ചെയ്യണ്ടല്ലോ അതിനായിട്ട്. അപ്പോൾ ഞാൻ ഈ മിഡ് ക്യാപ്പ് മാത്രമായിട്ടാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മിഡ് ക്യാപ്പിൻ്റെ റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈയിനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നുണ്ട്. അതായത് ഇന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം 13,000 എന്ന ഒരു ലെവലിൽ കയറി നിൽക്കുന്ന മിഡ് ക്യാപ്പ് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കുന്നതാണ്. സോ
പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 12,959 അതായത് 960 40 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് 13,000 മുകളിൽ തന്നെ എത്തും. 13,000 മുകളിലോട്ട് ചാടി കയറിയാൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ താഴെ ഇറങ്ങാൻ സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ എന്തായാലും നമുക്കത് നേരിട്ട് ഈ 13,000 എന്ന ഒരു മൈൽ സ്റ്റോൺ കടന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് കണ്ടറിയുക തന്നെ വേണം. ഇപ്പോൾ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 13,048 ലോ ആണെങ്കിൽ 12,875. എന്തായാലും നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ദെൻ ഒരു റെയർ കേസിൽ മാർക്കറ്റ്, അതായത് മിഡ് ക്യാപ്പ് ഇന്ന് 13,143 വരെ കയറിപ്പോയേക്കാം. അതേപോലെ ഇതിലൊരു നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ളത് CPRൻ്റെ ആ വാല്യൂസാണ്. ദെൻ അതായത് 13,027 മുതൽ 12,971 വരെയുള്ള ഒരു 50 പോയിന്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഫ്രഷ് എൻട്രി എടുക്കാതെ ഒഴിവാക്കേണ്ടതുള്ളത്. ബാക്കി ഓക്കെയാണ്. മറ്റുള്ള റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ളത് 13,000 എന്ന യെസ്റ്റർഡേ ഹൈയിലാണ്. 13,093 എന്ന ഈ ഒരു 13,100 എന്ന് പറയാം നമുക്ക്. ഓക്കെ, അവിടെ മിക്കവാറും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് 13,000 മുകളിൽ ഓപ്പൺ ആവും. അതോടുകൂടി നല്ല രീതിയിൽ പിന്നെ ഫർദർ അപ്പ് റാലി തന്നെ കിട്ടും. ഇനി അതല്ല മാർക്കറ്റ് വീഴാനാണ് ഉദ്ദേശമെങ്കിൽ 12,875 ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിനെ. ഇന്ന് എക്സ്പയറി കൂടിയാണ്, നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്കവിടെ നല്ല രീതിയിൽ ലോവർ സൈഡിൽ നല്ല രീതിയിൽ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ താഴോട്ട് പോകാൻ സമ്മതിക്കാതെ സപ്പോർട്ട് കൊടുത്ത് മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവന്നു. താഴോട്ട് ഇറങ്ങി നോക്കി, പക്ഷെ നല്ല രീതിയിൽ തള്ളി മുകളിൽ കയറ്റിയിട്ടുണ്ട്. 24,800 എന്ന റാസ് ലെവൽസിൻ്റെ ഒരു ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇവിടുന്ന് ഫർദർ 24,999 കഴിഞ്ഞ മാസത്തെ ഹൈ വന്നിരിക്കുന്നത്. അവിടുന്ന് 25,521 വരെ പോകണം. 5 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് ഇന്നടക്കം. ഒരു ശരാശരി പോവുകയാണെങ്കിൽ 800 മുതൽ 700 പോയിൻ്റാണ് യാത്ര ചെയ്യാനുള്ളത്. ശരാശരി ഒരു ദിവസം 150 പോയിൻ്റ് വെച്ച് കയറി പോകുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് എത്തും. അതുപോലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ വരികയാണെങ്കിൽ, ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഇതേ രീതിയിലൊക്കെ കയറി പോവുകയാണെങ്കിൽ ഈ 500 പോയിൻ്റ് വളരെ കൂളായിട്ട് അത് എത്തും. സെൻസെക്സും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. സെൻസെക്സ് ഇപ്പം നമ്മുടെ റാസ് ലെവൽസിൻ്റെ R3 വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ CPR ടച്ച് ചെയ്തു ഇന്നലെ ദിവസം, അവിടെ നിന്ന് സപ്പോർട്ട് തിരിച്ച് പൊങ്ങിയതാണ്. അതായത് ഒരു റീടെസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് അപ്വേർഡ് തന്നെ പോകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഡ് ക്യാപ്പിലാണെങ്കിലും പ്രീവിയസ് മന്തിൻ്റെ ഹൈയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് 13,100 കടന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ട് 13,500 ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരണം. അതാണ് അതിൻ്റെ ഒരു ടാർഗറ്റ്. ദെൻ 5 ദിവസമാണുള്ളത്, നോക്കാം ഇതൊക്കെ കയറി വരുമെന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴാണ് ഒരു ശരിക്കും റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫർദർ മുകളിലോട്ട് വന്നാലും ഇവിടെ നോ ട്രേഡ് സോൺ ഉണ്ട് ഈ മാസത്തിൽ. ഇപ്പോൾ ഇവിടെ എത്തി അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 51,783 ലെവലിലേക്ക് മാർക്കറ്റ് പരമാവധി വന്നേക്കാം. അതിൻ്റെ മുകളിലോട്ട് കയറും തോന്നുന്നില്ല. ബാങ്ക് എക്സും അങ്ങനെ തന്നെയാണ്. ദെൻ ഫിൻ നിഫ്റ്റി അതും നോ ട്രേഡ് സോണിലേക്കാണ് വന്ന് നിൽക്കുന്നത്. 22,400 വരെ കയറി വന്നിട്ട് 5 ദിവസം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറി പോകട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.